നമസ്കാരം, ഞാൻ ജോയ്സ് മാത്യു. ഷെഖീന ന്യൂസ് വേൾഡ് ടുഡേയിലേക്ക് സ്വാഗതം. ഭീഷണിയും ലൈംഗിക പീഡനവും അനസ്തേഷ്യയില്ലാതെയുള്ള ശസ്ത്രക്രിയയും പട്ടിണിയും തുടങ്ങി ഹമാസിൽ നിന്ന് നേരിട്ടത് മൃഗസമാനമായ സമീപനങ്ങളായിരുന്നു. നോവ സംഗീതോത്സവത്തിൽ നിന്ന് രക്ഷപ്പെട്ടോടുന്നതിനിടയിലാണ് 22 വയസ്സുകാരനായ ഒഹോലിനെ ഹമാസ് തട്ടിക്കൊണ്ടുപോയത്. ഒരു പിക്കപ്പ് ട്രക്കിലേക്ക് തന്നെ അവർ വലിച്ചെറിഞ്ഞു. നിമിഷങ്ങൾക്കുള്ളിൽ ഒഹോലിനെയും മറ്റ് തടവുകാരെയും കൊണ്ട് അവർ ഗാസയിലെത്തി. എന്നാൽ അപ്പോഴൊന്നും ഒഹൽ കരുതിയിരുന്നില്ല ഇനിയുള്ള തന്റെ ദിനങ്ങളിൽ ക്രൂരതയുടെ പൈശാചിക മുഖമായിരിക്കും നേരിടേണ്ടി വരുന്നതെന്ന്. തടവിലായിരുന്ന സമയത്ത് മാനസിക പീഡനം, ഭീഷണികൾ, പട്ടിണി, ലൈംഗിക പീഡനം എന്നിവ അനുഭവിച്ചതായി ഓഹൽ പറയുന്നു. ആദ്യ ആഴ്ചകളിൽ ഒരു തുരങ്കത്തിൽ ബന്ദിയാക്കി വെച്ചു. അവിടെ കെട്ടിയിട്ടും പട്ടിണി കിടത്തിയും മൃഗങ്ങളോടെന്ന പോലെയാണ് ഹമാസ് ഭീകരർ പെരുമാറിയത്. ഓരോ നിമിഷവും മരണം മുന്നിൽ കണ്ടായിരുന്നു ജീവിച്ചത്. പക്ഷേ അമ്മയെ വീണ്ടും കാണുമെന്ന പ്രതീക്ഷയിൽ മുന്നോട്ട് നീങ്ങിയതായി അദ്ദേഹം പറയുന്നു. ജീവിക്കണം എന്നതായിരുന്നു എന്റെ തീരുമാനം. കുളിക്കാൻ പോകുമ്പോൾ പോലും അവർ ഒപ്പം വരുമായിരുന്നു. അവരുടെ അനുചിതമല്ലാത്ത സ്പർശനം പോലും എനിക്ക് അരോചകമായിരുന്നു. താമസിച്ചിരുന്ന കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് ഇളകി വീണ് കണ്ണിൽ പരിക്കേറ്റപ്പോൾ ആശുപത്രിക്ക് അടുത്തുള്ള വീട്ടിൽ കൊണ്ടുപോയി വളരെ ചെറിയ അളവിൽ അനസ്തേഷ്യ നൽകി ചികിത്സ നൽകി. തന്റെ കൂടെ ഉണ്ടായിരുന്ന പരിക്കേറ്റവരുടെ മുറിവുകൾ മരവിപ്പിക്കുക പോലും ചെയ്യാതെ തുന്നിക്കെട്ടിയതായും ഓഹൽ വെളിപ്പെടുത്തുന്നു. ആദ്യത്തെ ആഴ്ച ഞങ്ങൾ ആരോടും സംസാരിച്ചില്ല. ഞാൻ അവിടെ ആളുകളോടൊപ്പം ഇരുന്നു. അവർ ആരാണെന്ന് എനിക്കൊരു ഊഹവും ഉണ്ടായിരുന്നില്ല. 2 വർഷത്തെ തടവിന് ശേഷം അപ്രതീക്ഷിതമായ ഒരു മോചനം തനിക്ക് ലഭിക്കുകയായിരുന്നുവെന്ന് ഓഹൽ പറഞ്ഞു. മുൻ US പ്രസിഡന്റ് ജോ ബൈഡൻ ഓട്ടോപെൻ ഉപയോഗിച്ച് ഒപ്പിട്ട എല്ലാ ഔദ്യോഗിക രേഖകളും അസാധുവായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. ഒപ്പുകൾ കൃത്യതയോടെ പകർത്താൻ സഹായിക്കുന്ന ഉപകരണമാണ് ഓട്ടോപെൻ. റിപ്പബ്ലിക്കൻ, ഡെമോക്രാറ്റിക് പ്രസിഡന്റുമാർ മുൻപും ഔദ്യോഗിക രേഖകളിൽ ഒപ്പിടാൻ ഓട്ടോപെൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഓട്ടോപെൻ ഉപയോഗിച്ച് ജോസഫ് ആർ ബൈഡൻ ജൂനിയർ ഒപ്പിട്ട എല്ലാ രേഖകളും, പ്രഖ്യാപനങ്ങളും, എക്സിക്യൂട്ടീവ് ഉത്തരവുകളും, മെമ്മോറാണ്ടങ്ങളും കരാറുകളുമാണ് അസാധുവായി പ്രഖ്യാപിച്ചത്. പൊതുമാപ്പും ഇളവുകളും അടക്കമുള്ള കാര്യങ്ങളിൽ ഇത്തരം ഒപ്പിട്ട രേഖകൾ പ്രകാരം ലഭിച്ചവർക്കും നിലവിലെ നടപടി ബാധകമാകുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. പ്രായവും മറവിയും മൂലം ബൈഡന് ഓഫീസ് കാര്യക്ഷമമായി നിയന്ത്രിക്കാനായിരുന്നില്ല എന്ന ആരോപണം ആവർത്തിക്കുകയാണ് ട്രംപ്. നേരത്തെയും ഓട്ടോപെൻ ഉപയോഗിച്ച് രേഖകളിൽ ഒപ്പിട്ടതിൽ ബൈഡനെതിരെ ട്രംപ് കടുത്ത വിമർശനം ഉന്നയിച്ചിരുന്നു. അമേരിക്ക യാത്രാവിലക്ക് ഏർപ്പെടുത്തിയ 19 രാജ്യങ്ങളിൽ നിന്നുള്ളവരുടെ കുടിയേറ്റ അപേക്ഷകൾ നിർത്തിവെച്ചതായി റിപ്പോർട്ട്. ഗ്രീൻ കാർഡുകളും പൗരത്വ അപേക്ഷകളും ഉൾപ്പെടെ നിർത്തിവെച്ചതായി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. അമേരിക്കൻ ഭരണകൂടം നിലവിലെ സ്ഥിതി സൂക്ഷ്മ പരിശോധന നടത്തുന്നതുവരെ അമേരിക്കൻ സിറ്റിസൺഷിപ്പ് ആൻഡ് എമിഗ്രേഷൻ സർവീസ് പൂർണ്ണമായി നിർത്തിവെച്ചതായി ഉദ്യോഗസ്ഥർ അറിയിച്ചെന്നാണ് റിപ്പോർട്ടിലുള്ളത്. അഫ്ഗാനിസ്ഥാൻ, മ്യാൻമർ, ചാഡ്, റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ഗിനി, എറിത്രിയ, ഹെയ്തി, ഇറാൻ, ലിബിയ, സൊമാലിയ, സുഡാൻ, യമൻ, ബുറുണ്ടി, ക്യൂബ, ലാവോസ്, സിയറ ലിയോൺ, ടോഗോ, തുർക്ക്മെനിസ്ഥാൻ, വെനസ്വേല എന്നിവിടങ്ങളിൽ നിന്നുള്ള അപേക്ഷകർക്കാണ് ഈ വിലക്ക് ബാധകമാക്കുക. വാഷിംഗ്ടണിൽ 2 വെസ്റ്റ് വെർജീനിയൻ ഗാർഡുകളെ വെടിവെച്ചതിനു പിന്നാലെ ആ രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റങ്ങൾ താൽക്കാലികമായി നിർത്തുകയാണെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. പിന്നാലെയാണ് ഈ നീക്കം. വെടിവയ്പിൽ ഒരാൾ മരിച്ചു, ഒരാൾ ഗുരുതരാവസ്ഥയിൽ തുടരുന്നു. സംഭവത്തിൽ മുൻപ് അമേരിക്കയ്ക്കൊപ്പം അഫ്ഗാനിൽ പ്രവർത്തിച്ച അഫ്ഗാൻ സ്വദേശിയെ പിടികൂടിയിട്ടുണ്ട്. ഉക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച സമാധാന പ്ലാൻ തുലാസിൽ നിൽക്കെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ 2 ദിവസത്തെ സന്ദർശനത്തിനായി നാളെ ഇന്ത്യയിലെത്തും. 23ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന പുടിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാഷ്ട്രപതി ദ്രൗപദി മുർമു എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യയുമായി വ്യാപാര ബന്ധം ശക്തമാക്കുക തന്നെയാണ് പ്രധാന ഉദ്ദേശം. നിലവിൽ ഇന്ത്യ റഷ്യ ഉഭയകക്ഷി വ്യാപാരം $70 ബില്യൺ. ഇത് $100 ബില്യൺ എത്തിക്കുകയാണ് റഷ്യയുടെ ലക്ഷ്യം. 70 ബില്യണിൽ 65 ബില്യണും റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതിയാണ്. ഇന്ത്യയുടെ ആകെ 5 ബില്യൺ വരുന്ന ഉൽപ്പന്നങ്ങളും സേവനങ്ങളുമേ റഷ്യ വാങ്ങുന്നുള്ളൂ. അതിൽ ഇന്ത്യക്ക് നീരസമുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. യൂറോപ്യൻ യൂണിയൻ യുദ്ധത്തിന്റെ പക്ഷത്താണെന്നും റഷ്യയുമായി യുദ്ധത്തിൽ മുതിർന്നാൽ കനത്ത പരാജയം നേരിടേണ്ടി വരുമെന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. റഷ്യ നിരസിക്കുമെന്ന് ഉറപ്പുള്ള നിബന്ധനകൾ മുന്നോട്ട് വെച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ നയതന്ത്ര പ്രക്രിയയെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്ന് പുടിൻ ആരോപിച്ചു. റഷ്യയുമായി സംഘർഷത്തിൽ ഏർപ്പെടാൻ തീരുമാനിച്ചാൽ യൂറോപ്പിൽ ചർച്ച നടത്താൻ പോലും ആരും അവശേഷിക്കാത്ത വിധത്തിൽ വേഗത്തിൽ അവസാനിപ്പിക്കുമെന്ന് പുടിൻ മുന്നറിയിപ്പ് നൽകി. കരിങ്കടലിൽ റഷ്യയുടെ ഷാഡോ ഫ്ലീറ്റ്സ് എന്നറിയപ്പെടുന്ന ടാങ്കറുകൾക്ക് നേരെയുണ്ടായ സമീപകാല ഡ്രോൺ ആക്രമണങ്ങൾക്ക് പ്രതികാരമായി ഉക്രൈനെ കടലിൽ നിന്ന് ഒറ്റപ്പെടുത്തുമെന്നും പുടിൻ ഭീഷണി മുഴക്കി. കരിങ്കടലിൽ തുർക്കി തീരത്തിന് സമീപം റഷ്യയുടെ 2 ചരക്ക് കപ്പലുകൾക്ക് ശനിയാഴ്ച രാവിലെയാണ് ഡ്രോൺ ആക്രമണത്തിൽ തീ പിടിച്ചത്. വീരാട്, കോറോസ് എന്നീ കപ്പലുകളാണ് ആക്രമിക്കപ്പെട്ടത്. വീരാടിനു നേരെ വെള്ളിയാഴ്ച രാത്രിയും ആക്രമണം നടന്നിരുന്നു.
അഫ്ഗാനിസ്ഥാനിലെ ഗോസ്റ്റ് പ്രവിശ്യയിൽ പൊതുമധ്യത്തിൽ വധശിക്ഷ നടപ്പാക്കി താലിബാൻ. ഒരു കുടുംബത്തിലെ 13 പേരെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ മംഗൾ എന്നയാൾക്കാണ് പൊതുവിടത്തിൽ വധശിക്ഷ നടപ്പാക്കിയത്. 80,000-ഓളം പേർക്ക് മുന്നിൽ വെച്ചായിരുന്നു ശിക്ഷ. സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെ വിഷയം ആഗോളതലത്തിൽ ചർച്ചയായി. ക്യാമറ സംവിധാനമുള്ള ഫോണുകൾ നിരോധിച്ചിരിക്കുന്ന താലിബാൻ ഉത്തരവുകൾ അവഗണിച്ചാണ് ജനക്കൂട്ടം വധശിക്ഷയുടെ ദൃശ്യങ്ങൾ പകർത്തിയത്. ഏകദേശം 10 മാസം മുൻപ് പ്രദേശവാസിയായ അബ്ദുൾ റഹ്മാനെയും അദ്ദേഹത്തിന്റെ 12 കുടുംബാംഗങ്ങളെയും കൊലപ്പെടുത്തിയ കേസിലാണ് മംഗൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടത്. ഇയാൾ കൊലപ്പെടുത്തിയ കുടുംബത്തിലെ 13 വയസ്സുള്ള കുട്ടിയാണ് മംഗളിനെതിരെ വെടിയുതിർത്തത്. താലിബാൻ നിയമപ്രകാരം ഇരകളുടെ ബന്ധുക്കൾക്ക് കുറ്റവാളിയോട് ക്ഷമിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ ഈ വഴി ആൺകുട്ടി നിരസിക്കുകയായിരുന്നു. തുടർന്ന് താലിബാൻ വിധി പ്രകാരം പ്രതിയെ വധിക്കാനുള്ള തീരുമാനത്തിലെത്തുകയായിരുന്നു. പാക് സൈനിക മേധാവി അസീം മുനീറിൽ നിന്നും തന്റെ ജീവന ഭീഷണിയുണ്ടെന്ന ആരോപണവുമായി പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ. രാജ്യത്തെ സൈനിക നേതൃത്വം തന്നോട് ചെയ്യാവുന്നിടത്തോളം ക്രൂരതകൾ ചെയ്തുവെന്നും ഇനി ജീവനെടുക്കാൻ മാത്രമേ ബാക്കിയുള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. റാവൽപിണ്ടിയിലെ അഡിയാല ജയിലിലാണ് ഇമ്രാൻഖാൻ തടവിൽ കഴിയുന്നത്. അൽ ഖാദിർ ട്രസ്റ്റ് അഴിമതി കേസിലും മറ്റ് കേസുകളിലുമായി 14 വർഷത്തെ തടവ് ശിക്ഷയാണ് ഇമ്രാൻ വിധിച്ചിട്ടുള്ളത്. ആഴ്ചകളോളം നീണ്ട വിലക്കുകൾക്ക് ശേഷം ഇമ്രാൻഖാന്റെ സഹോദരി ഉസ്മാ ഖാന് ചൊവ്വാഴ്ച ജയിലിൽ വെച്ച് അദ്ദേഹത്തെ കാണാൻ അനുമതി ലഭിച്ചിരുന്നു. കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ പാകിസ്ഥാൻ തെഹ്രീകെ ഇൻസാഫ് പാർട്ടി പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് മുൻ പ്രധാനമന്ത്രിയുടെ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. ശ്രീലങ്കയെ തകർത്ത പ്രളയക്കെടുതിയിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പാകിസ്ഥാന് ഗുരുതര വീഴ്ച. കാലാവധി കഴിഞ്ഞ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെട്ട ദുരിതാശ്വാസ പാക്കേജുകൾ ശ്രീലങ്കയിലേക്ക് അയച്ച നടപടി വ്യാപക വിമർശനങ്ങൾക്ക് വഴി തുറന്നു. പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ എക്സിൽ പങ്കുവച്ച ചിത്രങ്ങളിലൂടെയാണ് കാലാവധി കഴിഞ്ഞ ഉൽപ്പന്നങ്ങൾ ദുരിതാശ്വാസ പാക്കേജുകളിൽ ഉൾപ്പെടുത്തിയത് ശ്രദ്ധയിൽപ്പെട്ടത്. ഇതോടെ സാമൂഹിക മാധ്യമങ്ങളിൽ പാകിസ്ഥാനെതിരെ രൂക്ഷ വിമർശനവും ഉയർന്നു. നവംബർ 30-നാണ് പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ ദുരിതാശ്വാസ പാക്കേജുകളുമായി ബന്ധപ്പെട്ട പോസ്റ്റ് എക്സിൽ പങ്കുവച്ചത്. ഇതിൽ 2024 ഒക്ടോബറിൽ കാലാവധി കഴിഞ്ഞ ഉൽപ്പന്നങ്ങളുടെ ചിത്രവും ഉണ്ടായിരുന്നു. ഏറ്റവും വലിയ പ്രളയ പ്രതിസന്ധികളിലൊന്ന് നേരിടുന്ന രാജ്യത്തേക്ക് കാലാവധി കഴിഞ്ഞ ഉൽപ്പന്നങ്ങൾ അയച്ച പാകിസ്ഥാന്റെ നടപടി ദുരിതബാധിതരെ അപമാനിക്കുന്നതാണെന്ന് വിമർശനമുയർന്നു. ലേബലുകൾ പരിശോധിക്കാതെ അയച്ചതും അതിന്റെ ചിത്രങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ തന്നെ പോസ്റ്റ് ചെയ്തതും ഗുരുതര വീഴ്ചയാണെന്നും ഉപഭോക്താക്കൾ വിമർശിച്ചു. അധികം വൈകാതെ തന്നെ ലോകം ഒരു ആഗോള സംഘർഷത്തിലേക്ക് അടുക്കാൻ പോകുന്നുവെന്ന് താൻ വിശ്വസിക്കുന്നതായി ശതകോടീശ്വരൻ ഇലോൺ മസ്ക്. തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെയാണ് മസ്ക് പുതിയ അഭിപ്രായം പങ്കുവച്ചിട്ടുള്ളത്. അടുത്ത 5-10 വർഷത്തിനുള്ളിൽ ലോകത്തൊരു ആണവ യുദ്ധം തന്നെ ഉണ്ടായേക്കാമെന്നാണ് മസ്ക് എക്സിൽ കുറിച്ചത്. എക്സിൽ ആഗോളതലത്തിൽ ആണവ പ്രതിരോധത്തിന്റെ സ്വാധീനത്തെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടുള്ള ഒരു ത്രെഡിലായിരുന്നു മസ്കിന്റെ അഭിപ്രായ പ്രകടനം. യുദ്ധഭീഷണികൾ ഇല്ലാത്തതിനാൽ ലോകമെമ്പാടുമുള്ള സർക്കാരുകൾക്ക് ഭരണത്തിലുള്ള കാര്യക്ഷമതയിൽ ഇടിവ് സംഭവിച്ചിട്ടുണ്ട് എന്ന ഹണ്ടർ ആഷ് എന്ന എക്സ് ഉപഭോക്താവിന്റെ പോസ്റ്റിനാണ് മസ്ക് മറുപടി നൽകിയത്. വേൾഡ് ടുഡേ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.